ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വെഡ്ഡിങ് സാരി എടുക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ കസിനും ഫാമിലിയും ഒക്കെ ഉണ്ട്, അമ്മയും അനിയത്തിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഷോപ്പിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ വെഡ്ഡിങ് സെക്ഷനിലേക്ക് പോയി. ഞങ്ങൾ ഞായറാഴ്ചയാണ് കേട്ടോ പോയത്. രാവിലെ ഒരു 10 മണി 10:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരക്കൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് സാരി ഇതാണ് കേട്ടോ. ഞാൻ ഏകദേശം മനസ്സിൽ ഉദ്ദേശിച്ചൊരു പാറ്റേൺ ആയിരുന്നു, പക്ഷേ കളർ എനിക്കത്ര ഇഷ്ടമായില്ല. പിന്നെ സെക്കൻഡ് വണ്ണ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അത് അനിയത്തിക്കും കസിനൊന്നും അത്ര ഇഷ്ടമായില്ല. എനിക്കാണെങ്കിൽ ഇടുന്ന എല്ലാ സാരിയും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ അവർ എടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമേ അവരോട് എല്ലാ സാരി ഇങ്ങനെ എടുത്തിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ സാരി മാത്രം തുറന്ന് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു സാരി ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ അത് ഉടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അവർ ഉടുപ്പിക്കുകയാണ് കേട്ടോ. ചേച്ചിമാരൊക്കെ ഭയങ്കര എന്താ പറയുക, ഫ്രണ്ട്ലിയാണ്. അവർ നന്നായിട്ട് ഉടുപ്പിച്ചും തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരെ പെരുമാറ്റം എല്ലാം നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂർ കൊണ്ടൊക്കെ എൻ്റെ വെഡ്ഡിങ് സാരി പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാരി ഉടുപ്പിച്ച് നോക്കിയപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിലുള്ളൊരു കൺസെപ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടില്ല. കാരണം എനിക്ക് കുറച്ചൊരു കസവുള്ള ടൈപ്പ് വേണമെന്നായിരുന്നു ഒരാഗ്രഹം. അപ്പം അതിൻ്റെ ഒരു മ്ലാനത എൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേറെ സാരി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു സാരി ഉടുപ്പിച്ച് നോക്കി കേട്ടോ. ഇത് എനിക്കത്ര അതിൻ്റെ പാറ്റേൺസ് ഒന്നും എനിക്കത്ര ഇഷ്ടമായിട്ടില്ല. പിന്നെ ഓൾറെഡി നമ്മളൊരു പിങ്ക് അല്ലെങ്കിൽ റെഡ് ഷെയ്ഡ് എടുക്കാമെന്ന് ആദ്യമേ ഡിസൈഡ് ചെയ്ത് വന്നുകൊണ്ട് നമ്മൾ ആ കളർ മാത്രമാണ് ചൂസ് ചെയ്തത്. വേറെ കളറിലേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. 2-3 സാരി ഉടുത്തപ്പോൾ തന്നെ ഞാൻ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനിടയ്ക്ക് നമ്മളൊന്ന് ടീ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പോയിട്ട് കോഫിയും ഇതൊക്കെ സ്നാക്സൊക്കെ കഴിച്ച് വന്നതാണ്. അടുത്തത് ട്രൈ ചെയ്തത് ഈ ഒരു കളറാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. കാരണം ഞാൻ ഉദ്ദേശിച്ച പാറ്റേൺസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതെടുക്കണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷെ എന്തോ ഇതിനോടൊരു പ്രത്യേക ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം കണ്ടുവരുന്നൊരു പാറ്റേണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൗസിൻ്റെ നമ്മൾ ബ്ലൗസ് വളരെ സിമ്പിളായിട്ട് ഇരിക്കണം എന്ന് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിങ്ങനെ എന്തെങ്കിലും പാറ്റേൺസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുമ്പം അത്ര ഒരു ഭംഗി കിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു സിമ്പിൾ ബ്ലൗസ് ഉള്ളൊരു സാരി എടുക്കാമെന്നാണ് തീരുമാനിച്ചത്. പിന്നെ ഒരു റെഡ് ഓർ പിങ്ക് ഷെയ്ഡ് അതായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ എൻ്റെ അമ്മയും കസിൻ്റെ അമ്മയൊക്കെ അവിടെ താഴെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മളെ സാരി ഇത് കൊള്ളില്ല എന്നൊക്കെ. ഞാനാണെങ്കിൽ ഒന്നിരുന്നാൽ മതി എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പിന്നെ അവർ ഈ ഒരു സാരി ഉടുപ്പിച്ചിട്ട് അതിൽ ഓർണമെൻറ്റ്സൊക്കെ ഒന്ന് ഇട്ട് തന്നു കേട്ടോ. നേരത്തെ സാരി ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നന്നായിട്ട് ഡ്രേപ്പ് ചെയ്ത് തന്ന് വളരെ നന്നായിട്ട് തന്നെ ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ ഉണ്ടായിരുന്ന ഓർണമെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് തന്നു. അങ്ങനെ എല്ലാ സാരിയും ഇതേമാതിരി നന്നായിട്ട് ഡ്രേപ്പ് ചെയ്ത് തന്ന് ഓർണമെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ ആകെ മടുത്തു. അപ്പോൾ അവർക്ക് ഈ ഉടുപ്പിച്ച് തരുന്നവർക്ക് എത്രത്തോളം മടുത്തിട്ടുണ്ടാവും ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ ഈ സാരിയും ഉടുപ്പിച്ച് ഓർണമെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് ഈ ഓർണമെൻറ്റ്സ് അയക്കാനും ഇടാനും ഒക്കെ നല്ല പാട്. അങ്ങനെ സാരിയൊക്കെ അവരിങ്ങനെ കൈയൊക്കെ ഇവിടെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടി നിന്നു. അപ്പോൾ ഇവർക്ക് അങ്ങനെ അവരെ മുഖത്ത് എന്താ പറയുക, ഇഷ്ടമായില്ല എന്നുള്ളൊരു ടൈപ്പ് റിയാക്ഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവർക്ക് ഇഷ്ടമായില്ല, അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം എനിക്ക് അറിയുന്നില്ല, ഞാനിങ്ങനെ ആ ഒരു ലൈറ്റിൻ്റെ ഇതിലൊക്കെ നിന്നിട്ട് രസം ഉണ്ടാവുമോ ഇല്ലയോ ഒന്നും എനിക്കറിയുന്നില്ല. പിന്നെ നേരത്തെ എടുത്ത് തന്നെ ഒരു സാരി ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അശ്വാണ് ഈ ഒരു ടൈമിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അശ്വാനും അത്ര ലൈക്കായിട്ടില്ല. അപ്പം ഓക്കെ മാറ്റാം, വേറെ എടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ വേറൊരു സാരി നോക്കിയിട്ടോ. അങ്ങനെ വീണ്ടും അടുത്ത സാരിയിലേക്ക് പോയിട്ടോ. അടുത്തത് ഈ ഒരു സാരിയാണ്. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കി പിന്നെ ഒന്ന് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഡ്രേപ്പ് ചെയ്ത് തന്നു. പക്ഷേ ഞാൻ വിചാരിച്ച മോഡലൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്കെന്തോ കളർ അത്ര ഇഷ്ടമായിട്ടില്ല. പാറ്റേൺസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്തത് ഈ ഒരു സാരി എടുത്ത് നോക്കിട്ടോ. കാണുമ്പോൾ ഏകദേശം ഒരുപോലെയാണ് തോന്നുമെങ്കിലും ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. നമ്മൾ വെളിച്ചത്തിലേക്ക് പോകുമ്പോൾ വേറൊരു കളറായി മാറും കേട്ടോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് തന്നെ എനിക്ക് കിട്ടി. ഒരു ഗോൾഡൻ്റെ ബോർഡറും അതേമാതിരി തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ബ്ലൗസും ഒക്കെ ഒത്തിണങ്ങിയൊരു തന്നെ കിട്ടി. അടുത്തത് ഞങ്ങൾ തലേന്നത്തെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള സാരിയാണ് കേട്ടോ എടുക്കാൻ വേണ്ടി പോയത്.
തലേന്നൊരു സിമ്പിളായിട്ടുള്ള സാരി മതിയെന്ന് ആദ്യം ഡിസൈഡ് ചെയ്തതാണ്. കാരണം ലെഹങ്കയും ഇതൊന്നും ഇടാനുള്ള വെയിറ്റൊക്കെ ഭയങ്കര വെയിറ്റ് ആയിരിക്കുമല്ലോ, അപ്പം അതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സാരി മതിയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സാരി എടുത്തു കേട്ടോ. അപ്പം ഏതായാലും വന്നല്ലേ, വേറെയും കുറച്ച് സാരി ഇവിടെ ഒന്ന് വെച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇതും എനിക്കിഷ്ടമായിട്ടുണ്ട്. ഈ പച്ച കളറും എനിക്കിഷ്ടമായി. പക്ഷേ നേരത്തെ കാണിച്ച ആ ഒരു ഡാർക്ക് കളറിൽ അധികം വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് എടുത്ത് തന്നെ സെലക്ട് ചെയ്തു. പിന്നെ എൻ്റെ കസിന് നെക്സ്റ്റ് വീക്ക് ബാംഗ്ലൂർ പോവാണ്. അപ്പം അവൾക്ക് മാരേജിൻ്റെ ആ ടൈമിൽ എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് അവൾക്കൊരു സാരി സെലക്ട് ചെയ്ത് ഇവിടുന്ന് ബ്ലൗസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് സാരി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കും അവൾക്കൊക്കെ വേണ്ടിയിട്ട് അണ്ടർ സ്കേർട്ടും പിന്നെ ഇന്നേഴ്സൊക്കെ എടുത്തു. അപ്പം പിന്നെ ബ്ലൗസിൻ്റെ ലൈനിങ്ങും അതൊക്കെ എടുത്തു. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ബിരിയാണിയാണ് കഴിച്ചത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. എനിക്കെന്തോ സാരിയൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു വിശപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ഹാഫ് ബിരിയാണിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ അത് കഴിഞ്ഞ് ഞങ്ങൾ SM-ലേക്ക് പോയിട്ട് അപ്പം ചുമ്മാ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ നോക്കി, പക്ഷെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചെരുപ്പ് വാങ്ങാനാണ്. അപ്പം എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഫ്ലാറ്റ് മതി എന്നായിരുന്നു. അങ്ങനെ ഒരു 2-3 ചെരുപ്പൊക്കെ ഇട്ട് നോക്കിയതിന് ശേഷം ഒന്ന് സെലക്ട് ചെയ്തു കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നോർമലി എൻ്റെ കാലിന് പറ്റിയ ചെരുപ്പൊന്നും അങ്ങനെ കിട്ടാറില്ല, പക്ഷേ അവിടെ നിന്ന് എന്തോ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അല്ലറ ചില്ലറ ഷോപ്പിങ്ങിനാണ് കേട്ടോ. ഈ കൊറിയൻ നൈറ്റീസ് ഇല്ലേ, അപ്പോൾ അത് ഞങ്ങൾ 3 പേരും 2 വീതം വാങ്ങിച്ചു. 2 300 രൂപയാണ് കേട്ടോ. കെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണെന്ന് തോന്നുന്നു. പിന്നെ ജസ്റ്റ് അവിടുത്തെ കളക്ഷൻസൊക്കെ നോക്കി പിന്നെ നേരെ പുറത്തിറങ്ങി പോയി ബോട്ടിൽസ് കണ്ടു. അങ്ങനെ വലിയ ബോട്ടിൽ. പിന്നെ കുറച്ച് നേരം കൂടി അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഞങ്ങൾ നേരെ നാട്ടിലേക്ക് വിട്ടു കേട്ടോ. നാട്ടിൽ നിന്ന് ഓരോ ലൈമും കുടിച്ചു വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.